പലയിടത്തും പാടെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. വീട്ടിലും നാട്ടിലുമൊക്കെ ഒരുപാട് പരിഹാസത്തിന് ഇരയുമായിട്ടുണ്ട്. ഇരട്ടപ്പേരുകൾ തന്നെ പലതായിരുന്നു. പാഴ് സോമൻ, ഭ്രാന്തൻ സോമൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കൊക്കെ ആയിരിക്കും. ചുറ്റുപാടുകളെ വേദനിപ്പിക്കാതെ തന്നെ എൻ്റെതായ ജീവിത രീതികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരംശം ഞാൻ എൻ്റെ മകൾക്ക് പകർന്നു നൽകിയിട്ടുമുണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ടാണ് സാർ ഞാൻ അവൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് എന്നങ്ങനെ ചെയ്യാൻ സാധിച്ചത്. കുറച്ചുകൂടി തെളിയിച്ച് പറയാം. ഇവിടെ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. അതിനല്ലേ സോമ ആ സിലിണ്ടർ അവിടെ ഇരിക്കുന്നത്, അതെടുത്തങ്ങ് കെടുത്തണം. ശരി, അതിനിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ സിലിണ്ടർ ഉപയോഗിക്കാൻ അറിയാം? ഇതാണ് സാർ നമ്മുടെ അവസ്ഥ. ഇതും കൂടെ ചേർന്നതായിരിക്കണം വിദ്യാഭ്യാസം. നമ്മുടെ ചുറ്റുപാടുകളെ തൊടാതെയും അറിയാതെയുമുള്ള ഈ അഭ്യാസം നമുക്ക് എന്തിനാണ് സാർ? കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഒരു നാട് ജീവിക്കാൻ കൊള്ളാതെ ആകുന്നത്. ഒരു ബൈക്ക് അപകടം ഉണ്ടായാൽ കള്ളത്തരം കാണിച്ച റോഡ് കോൺട്രാക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽമെറ്റ് വെക്കാത്ത നമ്മുടെ ഉത്തരവാദിത്ത കുറവിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. രോഗിയുടെ കഴുത്തിറക്കുന്ന ആശുപത്രികൾ മാത്രമല്ല, ക്യാൻസർ പരത്തുന്ന കീടനാശിനികൾ തളിക്കുന്ന കർഷകൻ ചെയ്യുന്നത് ക്രൂരത തന്നെയാണ്. നമ്മൾ ഒരിടത്ത് വിതയ്ക്കുന്ന കള്ളത്തരം മറ്റൊരിടത്ത് നിന്ന് നമ്മൾ തന്നെ കൊയ്യും. പാലിൽ മായം കലർത്തി വിൽക്കുന്നവന് വാങ്ങുമ്പോൾ കിട്ടുന്ന കെമിക്കലിൽ കുളിച്ച മീനായിരിക്കും. മനുഷ്യർ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ആ ലോകം നമുക്കാരും കൊണ്ടുത്തരത്തൊന്നുമില്ലെന്നേ. അത് നമ്മൾ തന്നെയാണ് പണിതുണ്ടാക്കേണ്ടത്. മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരോട് റെസ്പോൺസിബിൾ ആകാതിരിക്കാൻ സാധിക്കുക? എൻ്റെ ഈ വീതുളി കൃതാവ് എനിക്ക് മറ്റുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റി മറക്കാതിരിക്കാനുള്ള ഒരു റിമൈൻഡറാണ്. ഇത് കണ്ട് പലരും എന്നെ ഭ്രാന്തനെന്നും പഴഞ്ചനെന്നൊക്കെ വിളിച്ചേക്കാം. എനിക്ക് യാതൊരു പരാതിയില്ല. ഏതൊരു വീതുളിയും തേച്ച് മിനുക്കിയാൽ നല്ല മൂർച്ചയുണ്ടാവും. ആവശ്യമില്ലാത്തതിനെ മുറിച്ചു മാറ്റാനും ആവശ്യമുള്ളതിനെ ചീകി മിനുക്കുവാനുമുള്ള തീർച്ചയും മൂർച്ചയുമാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് എവിടെയും പറയാനുള്ളൂ. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. എൻ്റെ വിശ്വാസം ഒരിക്കലും തോക്കില്ലെന്ന് എനിക്കറിയാം. കാരണം മനുഷ്യനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാനെന്നും നീയെന്നും പറഞ്ഞ് വഴക്കടിക്കുമ്പോഴും നമ്മളെന്ന വാക്കിൻ്റെ കുടക്കീഴിലേക്ക് ചേർത്ത് നിർത്താൻ മനുഷ്യരൊരിക്കലും മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു മോശം കാലത്തെയും നമ്മൾ മറികടക്കും. മനുഷ്യൻ എന്നത് മനോഹരമായൊരു വാക്ക് തന്നെയാണ്.